മുണ്ടക്കൈ ഉരുൾപൊട്ടലിൽ അന്വേഷണം നടത്തിയ വിദഗ്ധ സംഘം റിപ്പോർട്ട് സമർപ്പിച്ചു. 2 റിപ്പോർട്ടുകളാണ് ജോൺ മത്തായിയുടെ നേതൃത്വത്തിലുള്ള വിദഗ്ധ സംഘം കലക്ടർക്ക് സമർപ്പിച്ചത്. പുനരധിവാസത്തിനായുള്ള സ്ഥലങ്ങളും ദുരന്തമേഖലയിലെ അപകട സാധ്യത നിലനിൽക്കുന്ന സ്ഥലങ്ങളും ഈ റിപ്പോർട്ടിലുണ്ട്. 12 സ്ഥലങ്ങൾ സന്ദർശിച്ച സംഘം 5 സ്ഥലങ്ങളാണ് പുനരധിവാസത്തിന് അനുയോജ്യമാണ് എന്ന് കണ്ടെത്തിയത്. പുഞ്ചിരിമട്ടം, മുണ്ടക്കൈ, പടവെട്ടിക്കുന്ന്, ചൂരൽമല മേഖലയിലെ അപകട സാധ്യതാ മേഖലകളും സംഘം കണ്ടെത്തി. പുഴയിൽ നിന്നുള്ള ദൂരം, ഭൂമിയുടെ ചെരിവ്, നീർച്ചാൽ ഒഴുക്ക് തുടങ്ങിയവ പരിഗണിച്ചാണ് അപകട മേഖലകൾ തരംതിരിച്ചത്. പുഴയുടെ 350 മീറ്റർ അകലെ വരെ അപകട മേഖലയാണെന്നാണ് സമിതിയുടെ വിലയിരുത്തൽ. അതേസമയം ഉരുൾപൊട്ടൽ എങ്ങനെ ഉണ്ടായെന്ന റിപ്പോർട്ട് വിദഗ്ധ സംഘം നൽകിയിട്ടില്ല. അതിനായി പ്രഭവ കേന്ദ്രം ഉൾപ്പെടെ സംഘം വീണ്ടും സന്ദർശിക്കും. അതിനുശേഷം വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കും. അതിനിടെ വയനാട് ഉരുൾപൊട്ടലിനെ തുടർന്നുള്ള ദുരന്തബാധിത പ്രദേശങ്ങളിലെ എല്ലാ റേഷൻ കാർഡ് ഉടമകൾക്കും സൗജന്യ ഓണക്കിറ്റ് വിതരണം ചെയ്യാൻ മന്ത്രിസഭായോഗത്തിൽ തീരുമാനമായി. ഓണാഘോഷത്തോടനുബന്ധിച്ച് സംസ്ഥാനത്തെ AAY കാർഡ് ഉടമകൾക്കും ക്ഷേമസ്ഥാപനങ്ങളിലെ അന്തേവാസികൾക്കും 13 അവശ്യ സാധനങ്ങൾ ഉൾപ്പെടുത്തിയ സൗജന്യ ഓണക്കിറ്റ് വിതരണം ചെയ്യും. ഇതിനായി 34.29 കോടി രൂപ മുൻകൂറായി സപ്ലൈകോക്ക് അനുവദിച്ചിട്ടുണ്ട്. റേഷൻ കടകൾ മുഖേനയാണ് വിതരണം. ആകെ 5,99,000 കിറ്റുകളാണ് വിതരണം ചെയ്യുക. waytonikah.com, the exclusive Muslim matrimonial site.